ഇന്നത്തെ ചിന്തയ്ക്ക് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് ദൈവത്തിൻ്റെ വേർതിരിവ്, ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ഗാഡ്. ദൈവം വ്യത്യാസം വയ്ക്കുന്നവനാണ്, ദൈവം വേർതിരിവ് കാണിക്കുന്നവനാണ്. അതേക്കുറിച്ച് അല്പമായിട്ട് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, തിരുവചനവുമായിട്ട് അടിയങ്ങൾ നിൽക്കുന്നു. നിങ്ങളോട് നീ ഇടപെടണം, കർത്താവ് സംസാരിക്കണം, പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ ഞങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കണം. കർത്താവെ, അത് അടിയനും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരണം. തിരുനാമം മഹത്വമെടുക്കണം. ഓൺലൈനിലും ഓൺസൈറ്റുമായി ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരെയും കർത്താവെ വചനത്താൽ നീ ഹല്ലേലൂയ മാറ്റിയെടുക്കണമേ, നിറയ്ക്കണമേ. പ്രാർത്ഥന ഘടനയുടെ നന്ദി യേശുവിൻ പൊന്നുനാമത്തിൽ തന്നെ. ദൈവത്തിൻ്റെ വേർതിരിവ്, ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ഗാഡ്. പുറപ്പാട് പുസ്തകം 11-ാം അധ്യായം 6-7 വാക്യങ്ങൾ. എക്സോഡസ് ചാപ്റ്റർ 11 വേഴ്സസ് 6 and 7 വായിച്ചോട്ടെ. മിസ്രയീം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. ഇവിടെ സാഹചര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 400 വർഷത്തെ അടിമത്വത്തിന് ശേഷം യഹോവ മോശയിലൂടെ മിസ്രയീമ്യ അടിമത്വത്തിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിക്കുവാൻ പോവുകയാണ്. അതിൻ്റെ ഏറ്റവും അടുത്ത സമയത്താണ് ഇപ്രകാരം ദൈവം സംസാരിക്കുന്നത് മോശയിലൂടെ. പറഞ്ഞത് ഇങ്ങനെയാണ്: മിസ്രയീം ദേശത്ത് എങ്ങും മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. മിസ്രയീം ദേശത്ത് ഇതുവരെയും ഉണ്ടായിട്ടില്ലാത്തത്, ഇനിയും ഇതിനപ്പുറം ഉണ്ടാകാത്തതായിട്ടുള്ള ഒരു വലിയ നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു. ഹല്ലേലൂയ. ഒരു ഭാഗത്ത് ഇതുവരെയും ഇല്ലാത്തതായ കൊടുത്ത ഒരു ഭീഷണി, ഒരു മുറവിളി അവിടെ ഉണ്ടാകും. എന്നാൽ ഞാൻ ഇസ്രായേൽ ജനത്തിന് വ്യത്യാസം വയ്ക്കുന്നു. ദൈവം പറയുകയാണ്, ഞാൻ ഇസ്രായേൽ ജനത്തിന് വ്യത്യാസം വയ്ക്കുന്നു. എങ്ങനെയാണ് വ്യത്യാസം വയ്ക്കുന്നത്? പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ജനവും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം ഞാനും നിങ്ങളും അറിഞ്ഞോ എനിക്കറിയത്തില്ല, പക്ഷേ എൻ്റെ ദൈവത്തിന് നല്ലപോലെ അറിയാം. അവൻ പറയുകയാണ്, ഞാൻ മിസ്രയീമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു. അത് വളരെ എല്ലാവർക്കും ഗ്രഹിപ്പാൻ കഴിവുള്ള രീതിയിലുള്ള വ്യത്യാസമാണ്. ഒരു ഭാഗത്ത് ഇതുവരെയും സംഭവിച്ചിട്ടില്ലാത്തതും ഇനി സംഭവിക്കാത്തതുമായ വലിയ കുഴപ്പം സംഭവിക്കുമ്പോൾ, ഒരു ഭാഗത്ത് ആ രാജ്യത്ത് തന്നെ അവിടെ ഇടകലർന്ന് ജീവിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് അവിടെ ഒരു നായ് പോലും ഒരു ശബ്ദം വയ്ക്കത്തില്ല. അത്രമാത്രം ശാന്തതയും സന്തോഷവും പ്രത്യാശയും ആയിരിക്കും എന്ന് പറയുകയാണ്. ദൈവം വ്യത്യാസം വെച്ചാൽ അങ്ങനെയിരിക്കും. ഹല്ലേലൂയ. ഞാനും നിങ്ങളും ദൈവമക്കളായതിൽ നാം പ്രൗഢിയുള്ളവരായിരിക്കണം, അഭിമാനിക്കുന്നവരായിരിക്കണം ഈ ദൈവത്തെ അറിഞ്ഞതിൽ. ഹല്ലേലൂയ. ഇന്ന് പലരും ദൈവത്തെ അറിഞ്ഞിട്ടും എങ്ങനെയൊക്കെയോ അങ്ങ് വലിച്ചും തള്ളി ഉന്തിയൊക്കെ അങ്ങ് മുന്നോട്ട് പോകുന്നത് പോലെയാണ് നമ്മുടെ ജീവിതം. കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് ഞാനും നിങ്ങളും ഹല്ലേലൂയ ആ ദൈവത്തിൽ ആശ്രയിച്ച് അറിഞ്ഞ്, സ്തോത്രം, ഏത് സാഹചര്യങ്ങളും ദൈവത്തിൽ ആശ്രയിച്ച് തരണം ചെയ്യുവാൻ കഴിയുന്ന ഭക്തരായിട്ട് ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു ഭാഗത്ത് കരച്ചിൽ ആയിരിക്കുമ്പോൾ ഒരു ഭാഗത്ത് അവർ അറിയ പോലും ഇല്ല. അപ്രകാരമുള്ളൊരു വ്യത്യാസമാണ് അവിടെ ദൈവം വയ്ക്കാൻ പോകുന്നത്. 9 കൂട്ടം വ്യാധികൾ അവരെ ഈജിപ്തിനെ നടുക്കി ഓൾറെഡി. എന്നിട്ടും
അവർക്ക് ആ ദൈവത്തിൽ പല അത്ഭുതങ്ങൾ കണ്ടിട്ടും ആ ദൈവത്തിലേക്ക് അവർ ചാഞ്ഞില്ല. അവർ അധികം കഠിനപ്പെട്ടുകൊണ്ടിരുന്നു, ഫറവോനും ഈജിപ്തിലെ ജനങ്ങളും, ഹല്ലേലൂയ, മിസ്രയീമ്യരും. അതുകൊണ്ട് ഒരു കൊടുത്ത ഒരു വ്യത്യാസം ദൈവം അവിടെ കൊണ്ടുവരികയാണ്, ഒരു മിറാക്കുലസ് ഡിസ്റ്റിങ്ഷൻ. അതാണ് ഒരു ഭാഗത്ത് വലിയ പ്രയാസവും ഒരു ഭാഗത്ത് അതിയായ ശാന്തതയും ദൈവം നൽകുന്നു. ലോകവും തൻ്റെ ജനവും തമ്മിലുള്ള വ്യത്യാസത്തെ ദൈവം വളരെ വലുതായിട്ട് കാണുന്നു. സ്തോത്രം. ആരാണ് ഈജിപ്ത്? മിസ്രയീമ്യർ എന്ന് പറയുമ്പോൾ ഇന്ന് അത് അന്ന് സംഭവിച്ചതാ, ഇന്ന് അതുമായിട്ട് എന്താ ബന്ധം? സ്തോത്രം. ആരാണ് ഈജിപ്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? ദൈവത്തോട് മത്സരിക്കുന്നവർ, അവരുടെ വാല്യൂസ് അല്ലെങ്കിൽ അവരുടെ പ്രയോറിറ്റീസ്, അവരുടെ ജീവിത ശൈലികൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തിനൊത്തവണ്ണമുള്ളതല്ല, ദൈവത്തോട് മറുതലിക്കുന്നതാണ്. ഇതാണ് ഈജിപ്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. മാത്രവുമല്ല, അവർ സ്വന്തമായി അവർ അഭിമാനിക്കുന്നു. അവർക്ക് ദൈവത്തെ വേണ്ട. അവർ ഉണ്ടാക്കിയ മനുഷ്യൻ്റെ കൈവേലയായ ദൈവങ്ങളെ കൊണ്ട് അവർ ജീവിക്കുന്നു. ജീവനുള്ള ദൈവത്തെ അവർ അനുസരിക്കുന്നില്ല. അത്ഭുതങ്ങൾ കാണിച്ചിട്ടും അടയാളങ്ങൾ കാണിച്ചിട്ടും 9 വ്യാധികൾ കാണിച്ചിട്ടും അവർക്ക് മനം കൂടുതൽ കട്ടിയായി എന്നല്ലാതെ അവർക്ക് മനംതിരിവ് ഉണ്ടായില്ല. സ്തോത്രം. അതുകൊണ്ട് അവിടെ വ്യത്യാസം വെക്കുകയാണ്. അതേക്കുറിച്ച് എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്. 11-ാം അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും. അപ്പോൾ ഈജിപ്ത് എന്ന് പറയുന്നത് പാപത്തിന്റെ താൽക്കാലിക ഭോഗത്തെക്കാളും ദൈവജനത്തോടുള്ള കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അപ്പോൾ ഒരു ഭാഗത്ത് ഒരു കഷ്ടമാണ് എന്നതുകൊണ്ട് അന്ന് അവിടെ അവർ എന്ത് ചെയ്തുകൊണ്ടിരുന്നു? അവർ അടിമവേലയാണ്. എന്നാൽ അവർ ദൈവത്തിൻ്റെ ജനമാണ്. നമ്മൾ മനസ്സിലാക്കണം, അവർ അടിമവേലയിലൂടെ കടന്നു പോകുമ്പോഴും അവർ ദൈവ ജനമാണ്. സ്തോത്രം. മിസ്രയീമ്യരോ എങ്ങനെയാണ്? അവർ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തിൽ ജീവിക്കുന്നവരാണ്. നിത്യതയെക്കുറിച്ചോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ചോ അറിവില്ലാതെ ജീവിക്കുന്നവർ ആയിട്ട് അവിടെ കാണിച്ചിരിക്കുന്നു. വായിച്ചാട്ടെ. പ്രതിഫലം നോക്കിയത് കൊണ്ട് ഫറവോന്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണുകയും ചെയ്തു. ഇവിടെ ലോകം എന്താണെന്നും അല്ലേ, ദൈവജനം എന്താണെന്നും അല്ലെങ്കിൽ മിസ്രൈമ്യർ ആരാണെന്നും ഇസ്രയേല്യർ ആരാണെന്നും തിരിച്ചറിഞ്ഞ ഒരു ദൈവഭക്തനെ അവിടെ കാണിക്കുകയാണ്. ആരാണ് ആ ദൈവഭക്തൻ? മോശെ പറയുകയാണ്. മോശയ്ക്ക് ആ ഡിഫറൻസ് മനസ്സിലായി, ആ വ്യത്യാസം മനസ്സിലായി. ഈജിപ്തും ഇസ്രയേലും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായതുകൊണ്ട് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായിരുന്ന പൗലോസ് അവിടെ മോശയെക്കുറിച്ച് പറയുകയാണ്. എന്താ പറഞ്ഞത്? അവൻ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗം, അതായത് ഈജിപ്തിലെ അവിടുത്തെ വലിയ നന്മ, രാജകൊട്ടാരത്തിലാണ്. നമ്മൾ പറയുന്ന പോലെ ഈജിപ്ത് രാജ്യത്തിൻ്റെ ഒരു കോർണറിലുള്ള നന്മയെ അനുഭവിക്കുന്ന ഒരു വ്യക്തിയല്ല മോശ എന്ന ആള്. അവൻ രാജകൊട്ടാരത്തിലെ ഏറ്റവും ഉന്നതമായ ശ്രേഷ്ഠത അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇറങ്ങിത്തിരിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കാനായിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നത്. കാരണം എന്താണ്? ഹി കുഡ് അണ്ടർസ്റ്റാൻഡ് ദ ഡിസ്റ്റിങ്ഷൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഈജിപ്ത് ആൻഡ് ഇസ്രായേൽ. കഷ്ടം അനുഭവിക്കുന്നവരാണ് തൻ്റെ ജനം. അടിമത്തത്തിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിലും രാജകൊട്ടാരത്തിലെ നന്മ എനിക്ക് വേണ്ട. എനിക്ക് എന്തു വേണം? ഹല്ലേലൂയ, ക്രിസ്തുവിനോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ഞാൻ തിരഞ്ഞെടുക്കുന്നു എന്ന് പറഞ്ഞ മോശയെ എബ്രായർ ലേഖനത്തിൽ പരിചയപ്പെടുത്തുകയാണ്. സ്തോത്രം. The God makes the distinction. അത് തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി എന്നുള്ളതായിരിക്കണം
ഒരുപക്ഷെ മോശയെ ദൈവം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. ഹല്ലേലൂയ, അല്ലേ? ഇത് തിരിച്ചറിയുന്നൊരു വ്യക്തിയായിരിക്കണം തൻ്റെ ജനത്തെ പരിപാലിക്കേണ്ടത്. ഇത് തിരിച്ചറിഞ്ഞ വ്യക്തിയായിരിക്കണം ലോകത്തെ അതിൻ്റെ മോഹങ്ങളോടുകൂടെ മാറ്റി നിർത്തുന്നത്. അപ്രകാരമുള്ള ഒരു ജനത്തെ നയിക്കുവാനായിട്ട്, ദൈവത്തിന് വേണ്ടി ഒരു ജനത്തെ നയിക്കുവാനായിട്ട് ഒരു പുരുഷനെ ആവശ്യമുണ്ട്. അവൻ എങ്ങനെയായിരിക്കണം? ഞാൻ വിചാരിക്കുന്നു അവൻ തിരിച്ചറിവുള്ളവനായിരിക്കണം. ലോകം എന്താണെന്നും ദൈവജനം എന്താണെന്നും തിരിച്ചറിവുള്ളവരായിരിക്കണം. അതുകൊണ്ട് ദൈവം മോശയെ തിരഞ്ഞെടുത്തു. അവൻ എന്തൊക്കെയാണ് അവിടുത്തെ 3 തരം വ്യത്യാസങ്ങൾ ഈ ലോകത്തെക്കുറിച്ച് റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ, ഈജിപ്തിനെ റെപ്രസെൻ്റ് ചെയ്യുകയാണെങ്കിൽ ഉണ്ട്. ഒന്ന്, അവർ ഹല്ലേലൂയ പാപത്തിൻ്റെ അടിമത്വത്തിലായിരിക്കുന്നു. മോശെ നല്ല ഗുണങ്ങളുണ്ട്, വിശേഷം അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രതിഫലം നോക്കിയതുകൊണ്ട് ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും അവിടുത്തെ ഏറ്റവും ശ്രേഷ്ഠമായ പദവി. എന്നാൽ പ്രതിഫലം നോക്കിയതുകൊണ്ട്, ഇപ്പോൾ ലഭിക്കുന്നത് മാത്രം നോക്കി ജീവിക്കേണ്ട കേട്ടോ. പ്രതിഫലം എന്തെന്നുകൂടെ അന്വേഷിച്ചാൽ ഒരുപക്ഷെ നമുക്കും മാറ്റങ്ങൾ സംഭവിക്കും. പ്രതിഫലം നോക്കിയതുകൊണ്ട് ഈ ഫറവോൻ്റെ പുത്രിയുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാൾ ഇസ്രായേൽ ജനത്തോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ കഷ്ടം സഹിക്കുന്നത് നല്ലത് എന്ന് തിരഞ്ഞെടുത്തു. അവൻ മനസ്സിലായി ഇവിടെ പാപത്തിൻ്റെ ജീവിതമാണ്, പാപത്തിൻ്റെ താൽക്കാലിക ഭോഗം അവിടെ നടക്കുന്നത്. അത് വേണ്ട. ലോകം ശരിയാണ്, നമ്മൾ വ്യത്യാസം കൃത്യമായിട്ട് മനസ്സിലാക്കി അതുമായുള്ള വേർതിരിവ് കൃത്യമായിട്ട് പരിപാലിക്കുന്നവരായിരിക്കണം. ലോകത്തിലാണ് നമ്മളായിരിക്കുന്നത്, നമ്മൾ മിസ്രയീം ദേശത്തായിരിക്കുന്നു എങ്കിൽ തന്നെയും വ്യത്യാസം തിരിച്ചറിയുന്നവരായിരിക്കണം. ദൈവം വ്യത്യാസം വയ്ക്കുന്നു. ഹല്ലേലൂയ. അവരെ അവിടെ നിന്നും വിടുവിക്കുവാനായിട്ട്, അല്ലെ, അറ്റ് ദ ബ്രിങ്ക് ഓഫ് അല്ലെങ്കിൽ ദ വെർജ് ഓഫ് ഡെലിവറൻസ്, അവിടെയാണ് ദൈവം ആ വ്യത്യാസത്തെക്കുറിച്ച് ആ ജനത്തോട് സംസാരിക്കുന്നത്. കാരണം ഞാൻ നിങ്ങളെ ഇവിടുന്ന് വിടുവിക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ ആയിരുന്നപ്പോൾ തന്നെ ഞാൻ നിങ്ങളെ വ്യത്യാസമായിട്ട് കണ്ടു എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് പറയുകയാണ്, വ്യത്യാസം ഞാൻ വെക്കുകയാണ്, ഇതുവരെയും ഇല്ലാത്തതായ വലിയൊരു വ്യത്യാസം. രണ്ടാമത്, ഒന്ന് പാപം. 2, അവർക്കുണ്ടായിരുന്നത് പ്രൈഡ്, അല്ലേ, അതുപോലെ തന്നെ സെൽഫ് സഫിഷ്യൻസി. ഞങ്ങൾക്കിത് മതി, ഞങ്ങൾക്കിനി വേറെ ഒന്നും വേണ്ട എന്നവർ പറഞ്ഞു. വായിച്ചാട്ടെ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 31-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. ഇസ്രായേലിന്റെ പരിശുദ്ധങ്കിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ നിന്ന് കുതിരകളിൽ മനസ്സൂന്നി, രഥം അനവധിയുള്ള ഉള്ളതുകൊണ്ട് അതിലും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. അപ്പോൾ അവർക്ക് ഒരുപാട് യുദ്ധസന്നാഹങ്ങളുണ്ട്, കുതിരപ്പടയുണ്ട്, ചേവകരുണ്ട്. അതിൽ ആശ്രയിച്ച് യഹോവയ്ക്കിലേക്ക് നോക്കാതെ ഇരിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. മോശ നോക്കിയപ്പോഴ, ഒന്ന്, പാപത്തിൻ്റെ താൽക്കാലിക ഭോഗമാണ് അവിടെ നടക്കുന്നത്. 2, അവർ ദൈവത്തിങ്കിലേക്ക് നോക്കുന്നില്ല, സെൽഫ് സഫിഷ്യൻസി, പ്രൈഡ്. അത് വേണ്ട. ഇന്ന് ലോകം എന്ന് പറയുന്നത് അങ്ങനെയാണ് കേട്ടോ. ഞാനും നിങ്ങളും ഇത് പറയുമ്പോൾ ഞാനും നിങ്ങളും നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യങ്ങളാണ്. ഇനിയും ഈജിപ്തിൻ്റെ അല്ലെങ്കിൽ മിസ്രയീമ്യരുടെ കൂടെയാണോ? ഈ പാപത്തിൻ്റെ താൽക്കാലിക ഭോഗമെന്ന് പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഉണ്ടോ? മോശ ഒരു വിടുതല് മോശ തീരുമാനിച്ചു, നല്ല സുഖമായി ഇവിടെ, ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പേരും സകല നന്മയുമുണ്ട്, പക്ഷേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞവനാ ഹല്ലേലൂയ ദൈവത്തിൻ്റെ ജനത്തെ വിടുവിക്കുവാനായിട്ട് മുന്നോട്ടിറങ്ങിയത്. മാത്രവുമല്ല, അവിടെ സേഫ്റ്റി, അവിടെ കൂടെ നിന്നാൽ നമുക്ക് നല്ല സേഫ്റ്റിയാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? കുതിരയുണ്ട്, കുതിരച്ചേവകരുണ്ട്, സെൽഫ് സഫിഷ്യൻസി, വേറെ എങ്ങോട്ട് നോക്കണ്ട. ഹല്ലേലൂയ. മോശ പറഞ്ഞ അത് വേണ്ട. മാത്രവുമല്ല, സ്തോത്രം, ഹല്ലേലൂയ, അവരുടെ വേൾഡ് സിസ്റ്റം, അതായത് അവർക്ക് അവരുടെ ജീവിത ശൈലി വേറെയാണ്. ഈവൻ പാപമല്ലെങ്കിൽ തന്നെയും പ്രയോറിറ്റി,
അവരുടെ ലൈഫ് സ്റ്റൈൽ, അതൊക്കെ ഇത്ര വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ദൈവമക്കളും അല്ലാത്തവരും തമ്മിൽ വ്യത്യാസമുണ്ട്. അവരുടെ ജീവിത ശൈലിയിൽ വ്യത്യാസമുണ്ട്. അവരുടെ നടപ്പിൽ വ്യത്യാസമുണ്ട്. സ്തോത്രം. അവർക്കുള്ളിൽ തോന്നണം. ഹല്ലേലൂയ. മോശെ ഇതെല്ലാം കണ്ടപ്പോഴാ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി തിരിച്ചത്. സ്തോത്രം. അങ്ങനെ മിസ്രയീം അല്ലെങ്കിൽ ഈജിപ്ത് അത് ഇന്നത്തെ ലോകത്തെ അത് കാണിക്കുന്നു. എന്നാൽ ദൈവം പറയുകയാണ്, ഞാൻ ഒരു വ്യത്യാസം വെച്ചിരിക്കുന്നു. ഡിസ്റ്റിങ്ഷൻ ഓഫ് ഗാഡ്. ദൈവം ഒരു വേർതിരിവ് വെച്ചിരിക്കുന്നു. ലോകവും ദൈവജനവും തമ്മിൽ, ഈജിപ്തും മിസ്രയീമും ഇസ്രായേലും തമ്മിൽ ഞാൻ വ്യത്യാസം വെച്ചിരിക്കുന്നു. അത് ചെറിയ വ്യത്യാസമല്ല എന്ന് നമ്മൾ കണ്ടു. ഒന്ന് ഏറ്റവും എക്സ്ട്രീം ആണെങ്കിൽ മറ്റേത് സമാധാനത്തിൻ്റെ എക്സ്ട്രീമാണ് കാണിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തോട് ഇത്രമാത്രം സ്നേഹം അല്ലെങ്കിൽ ഇത്രമാത്രം അവരെ തൻ്റേതെന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞത്? എന്താണ് കാരണം? അവർ പെർഫെക്റ്റ് ആയതുകൊണ്ടാണോ? അല്ല. സ്തോത്രം. അവർ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല, മറിച്ച് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ഒരു ഉടമ്പടിയാണ്, ദൈവത്തിൻ്റെ ഒരു സ്നേഹമാണ് അവരോട്. അതുകൊണ്ടാണ് അവർക്ക് ആ വ്യത്യാസം ദൈവം കണ്ടത്. ഞാൻ ഈ ജനത്തോട് ഉടമ്പടി ചെയ്തിരിക്കുന്നു, ഞാൻ അവരെ സ്നേഹിക്കുന്നു എന്നതുകൊണ്ട്, അല്ലാതെ അവർ പെർഫെക്റ്റ് ആയിട്ട് അല്ല. എങ്കിൽ ദൈവത്തിനൊരു ആഗ്രഹമുണ്ടല്ലേ, എന്ത്? അവർ പെർഫെക്റ്റ് ആയെങ്കിൽ കൊള്ളാമായിരുന്നു. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 7-8 വാക്യങ്ങൾ. Deuteronomy chapter 7 verses 7 and 8. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത് ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ ജനമായതുകൊണ്ടല്ല. പിന്നെയോ? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് തിരഞ്ഞെടുത്തത്? നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ യഹോവ നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ച്. നിങ്ങളെ ഇങ്ങനെ ഒരു വ്യത്യാസം കാണിച്ച് ബലമുള്ള കൈ കൊണ്ട് നിങ്ങളെ പുറപ്പെടുവിച്ചതിന്റെ കാരണം എന്താണ്? ന്യൂ ജനറേഷൻ ആയതുകൊണ്ടാണോ? അല്ല. ഇവിടെ പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്ത ഒരു ഉടമ്പടി ഉള്ളത് കൊണ്ടാ നിങ്ങളെ ഞാൻ ഇന്ന് വിടുവിക്കുന്നതെന്ന്. ഇന്ന് ന്യൂ ജനറേഷന് ദൈവത്തിന് വേണ്ട, അല്ലേ? ഇവിടെ പറയുന്നത് നിങ്ങൾ ഇത് അനുഭവിക്കുന്നത്, ഈ വിടുതലിന് കാരണം പിതാക്കന്മാരോട് ഞാൻ ചെയ്ത ഉടമ്പടിയാണെന്നാ ദൈവം പറയുന്നത്. ഹല്ലേലൂയ. മാത്രവുമല്ല, നിന്നോടുള്ള സ്നേഹം കൊണ്ടാ, അല്ലാതെ നീ എല്ലാ ജാതികളിലും വെച്ച് പെർഫെക്റ്റും ശക്തരും അല്ലെങ്കിൽ കൂടുതലുള്ളവരും ആയതുകൊണ്ടല്ല എന്ന് ദൈവം അവിടെ സംസാരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. തൻ്റെ ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്, ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവത്തിന് അത്രമാത്രം സ്നേഹം തോന്നിയെങ്കിൽ, ഞാൻ അവരോട് ഉടമ്പടി ചെയ്തതാ, ഞാൻ അവരെ സ്നേഹിക്കുന്നതാ, അതുകൊണ്ട് തലമുറയായിട്ട് ഞാൻ ആ സ്നേഹം കീപ്പ് ചെയ്യുന്നതാ, ഞാൻ തലമുറയായിട്ട് അവരോട് ചെയ്ത ഉടമ്പടികൾ അത് ഞാൻ ഓർക്കുന്നതാണെന്ന്. അതുകൊണ്ട് ദൈവം ഇത്ര വലിയ വ്യത്യാസം ഹല്ലേലൂയ ഈ മിസ്രയീമ്യരും ഇസ്രായേല്യരുമായിട്ട് വെക്കുകയുണ്ടായി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്, ഹല്ലേലൂയ, താൻ പിതാക്കന്മാരോട് ഉടമ്പടി ചെയ്തു എന്നുള്ളത് കൊണ്ട്, ദൈവത്തിൻ്റെ സ്നേഹം പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഇത്രമാത്രം വ്യത്യാസം ദൈവം ആഗ്രഹിക്കുകയും അത് കാണിക്കുകയും ജനത്തെ അറിയിക്കുകയും ചെയ്തെങ്കിൽ, യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം ഓമന പുത്രൻ്റെ ഹല്ലേലൂയ ജീവൻ കൊടുത്ത് രക്ഷയിലേക്ക് നയിച്ച എന്നെയും നിങ്ങളെയും കുറിച്ച് നമ്മുടെ ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്തായിരിക്കുമെന്ന് ഞാനും നിങ്ങളും ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ.
താനൊരു ഉടമ്പടി പറഞ്ഞു എന്നതുകൊണ്ട്, താൻ അവരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് ഇത്ര വലിയ വ്യത്യാസം കാണിച്ചു എങ്കിൽ, സ്വന്തം ഓമന പുത്രന്റെ രക്തത്തിൽ വിശ്വസിച്ച് അവനോട് ചേർന്ന് നിൽക്കുന്ന ദൈവ ജനമേ, ഹല്ലേലൂയ, എന്നെയും ലോകത്തെയും കുറിച്ച് അവന് വലിയ വ്യത്യാസമുണ്ട്, വലിയ കാഴ്ചപ്പാടുണ്ട്. എന്നാൽ നമുക്ക് പലപ്പോഴും കാഴ്ചപ്പാടില്ല. അതുകൊണ്ട് നമ്മൾ ആ അവരോട് കൂടെ അങ്ങ് ചേർന്ന് പോവുക. എങ്ങനെയെങ്കിലും അങ്ങ് പോകണം. സ്തോത്രം. എങ്ങനെയെങ്കിലും അങ്ങ് ജീവിക്കണം. അല്ല, ഞാനും നിങ്ങളും വ്യത്യസ്തരാണ്. ഞാനും നിങ്ങളും നമ്മൾ അതുപോലെ കണ്ടോ ഇല്ലയോ, നമ്മുടെ ദൈവം നമ്മെ അതുപോലെ കാണുന്നതാണ്. അതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഇപ്പോൾ അനുഭവിക്കുന്ന ആ പ്രത്യാശയും അല്ലെങ്കിൽ ആ ബലവും ആ സൗഖ്യവും വിടുതലും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതിൻ്റെ കാരണം ദൈവം ആ വ്യത്യാസം വെച്ചതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നാമും ഈ ലോകരെ പോലെ പട്ടുപോയേനെ. ദൈവത്തോട് നാം എത്ര നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട് നാം എത്രമാത്രം ദൈവത്തെ ഉയർത്തണം. ഹല്ലേലൂയ, എത്രമാത്രം നന്ദിയുള്ളവരായിരിക്കണം. ഇല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സങ്കടം, ആ ദൈവത്തിൻ്റെ നിരാശ ഞാനും നിങ്ങളും ഒന്ന് കണ്ടാട്ടെ. ഹല്ലേലൂയ. അവൻ്റെ വില കൊടുത്ത പത്രോസ് പറയുമ്പോൾ 1 പത്രോസ് 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും സ്വന്ത ജനവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. ആമേൻ. അവിടെ തനിക്കായി ഒരു ജനത്തെ വേർതിരിച്ചു എന്ന് ഇസ്രായേൽ ജനത്തോട് പറയുമ്പോൾ ഇവിടെ പറയുന്നത് വ്യത്യാസമാ. പറയുന്നത് നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ, ഹല്ലേലൂയ, അത് ഘോഷിക്കുന്നതിന് വേണ്ടിയിട്ടാ. തിരഞ്ഞെടുക്കപ്പെട്ട ചോസൻ, എന്താ, ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്ത ജനം എന്നൊക്കെയാ എന്നെയും നിങ്ങളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. ഹൗ ഡിഫറെന്റ് വി ആർ, ഹൗ ഡിസ്റ്റിങ്ക്റ്റ് വി ആർ. ഹല്ലേലൂയ. എങ്കിലും നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് കുനിഞ്ഞും അല്ലേ ഒക്കെ താണുമൊക്കെ ഇങ്ങനെ പോവുക. യെസ്, നമ്മൾ ഹമ്പിളായിരിക്കണം. പക്ഷേ ദൈവം നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു പ്രൗഢി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ കഷ്ടം സഹിക്കാനോ അല്ലെങ്കിൽ എങ്കിൽ മാത്രമേ നമ്മൾ കർത്താവിന് വേണ്ടി ഓടാനൊക്കെ നമ്മൾ പോകത്തുള്ളൂ. എന്തുകൊണ്ടാ മോശെ പോയത്? ഹല്ലേലൂയ. മോശെ പോയത് അതുകൊണ്ടാ. ഒരു കാഴ്ചപ്പാട് ലഭിച്ചു. ഞാൻ ആരാ, എൻ്റെ റിവാർഡ് എന്താ, ഞാൻ ഇപ്പോൾ കാണുന്നതല്ല. ഹല്ലേലൂയ. ഇതിനേക്കാൾ അപ്പുറം ഒരു റിവാർഡ്. അപ്പോൾ ഇപ്പോൾ ഫറവോൻ്റെ മകളുടെ മകൻ എന്ന് വിളിക്കപ്പെടുന്നതിനേക്കാളും, കൊട്ടാരത്തിൽ ജീവിക്കുന്നതിനേക്കാളും, ഇവിടുത്തെ സകല നന്മ അനുഭവിക്കുന്നതിനേക്കാളും ഒരു നല്ല റിവാർഡ് ഉണ്ടോ ഈ കഷ്ടത്തിൽ കൂടെ പോയി കഴിഞ്ഞാൽ? ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മോശെ, ഹല്ലേലൂയ, നമ്മൾ എത്രമാത്രം ബഹുമാനിക്കണം. അല്ലെങ്കിൽ അവനെ നമ്മൾ മാതൃകയാക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മെ വിശുദ്ധ ജനം, സ്വന്ത ജനം, രാജകീയ പുരോഹിത വർഗം എന്നൊക്കെ പറഞ്ഞ് നമ്മെ വിളിച്ചു വേർതിരിച്ചതാ. സ്തോത്രം. നമ്മൾ ബലത്തോടെ ജീവിക്കണം, വ്യത്യാസത്തോടെ ജീവിക്കണം, വ്യത്യാസത്തോടെ ജീവിക്കണം. ഹല്ലേലൂയ. വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവിടെ ഒന്ന്, പാപത്തിൽ നിന്ന് അവൻ നമ്മെ വീണ്ടെടുത്തതാ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക്, അത്ഭുത വെളിച്ചത്തിലേക്ക് നമ്മെ വിളിച്ചതാ. പാപത്തിൽ നമ്മെ വീണ്ടെടുത്ത് എന്ത് ചെയ്തു? നമ്മെ, ഹല്ലേലൂയ, ആ ദൈവരാജ്യത്തിലേക്ക് നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. നമ്മെക്കുറിച്ച് ഉള്ള കാഴ്ചപ്പാട് അത് പഴയ നിയമത്തിലുള്ള കാഴ്ചപ്പാടിനേക്കാൾ ഏറ്റവും ശ്രേഷ്ഠമാണ്. അത് ഒരു ഷാഡോ ആയിട്ട് നിൽക്കുമ്പോൾ ഇന്ന് അത് ഒരു പൊരുളായിട്ട്, സത്യമായിട്ട്, ട്രൂത്തായിട്ട് ഇന്ന് നിൽക്കുകയാണ്. ഞാനും നിങ്ങളും അതിന് അംഗമാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത്, അനേക ഭക്തർ ഈ കാലങ്ങളെക്കുറിച്ച് അവർ അന്വേഷിച്ചു, പഴയ നിയമ വിശുദ്ധര്. എന്നാൽ അവരോട് ദൈവം സംസാരിച്ചു, നിങ്ങൾക്കല്ല, വരാൻ പോകുന്ന ഒരു ചാക്കോയുണ്ട്, ഒരു അല്ല ഇവിടുത്തെ ആരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, അവർക്കാ കേട്ടോ ഇതൊക്കെ എന്ന് പറഞ്ഞതുകൊണ്ട് അവർ അങ്ങനെ ആശ്വസിച്ച് അങ്ങനെ അങ്ങ് പോയി. ഹല്ലേലൂയ. ഞാനും നിങ്ങളും വ്യത്യാസമുള്ളവരാണ്. സ്തോത്രം. ഹല്ലേലൂയ. ആ അഭിമാനത്തോടെ, ആ കാഴ്ചപ്പാടോടെ നമ്മൾ ജീവിച്ചെങ്കിൽ മാത്രമേ നമ്മൾ
ചിലതിനോട്. എന്തുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണ്? ഈ കാഴ്ചപ്പാട് ഉണ്ടെങ്കിൽ മാത്രമേ ചിലതിനോട് നോ പറയാൻ നമുക്ക് പറ്റത്തുള്ളൂ. മോശയെപ്പോലെ നോ പറയണമെങ്കിൽ എനിക്ക് കിട്ടുന്ന റിവാർഡ് എന്താണെന്നും ഞാൻ ആരാണെന്നും ഉള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ലഭിച്ചാലേ പറ്റത്തുള്ളൂ. അല്ലാതെ സ്കൂളിൽ പഠിച്ചുകൊണ്ടൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് നമ്മെ ആക്കി വെച്ച് രാജകീയ പുരോഹിത വർഗമാക്കി വെച്ചിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവ കോപത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചിരിക്കുന്നു. ദൈവ കോപത്തിൽ നിന്ന് നമ്മെ പാപത്തിൽ നിന്നും എടുത്ത് സ്വർഗരാജ്യത്തിൽ വെച്ചപ്പോൾ 3 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, ദൈവ കോപത്തിൽ നിന്ന് അവൻ നമ്മെ വിടുവിച്ചു. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ കാണുന്നത് 9 സ്തോത്രം വ്യാധികൾ വന്നിട്ടും മിസ്രയീം ജനം അല്ലെങ്കിൽ ഫറവോൻ ഹൃദയത്തെ കഠിനമാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അവിടെ വ്യത്യാസം കാണിച്ചു, അല്ലേ? എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഡിസ്റ്റിങ്ഷൻ ഓഫ് ഗാഡ് കംസ് വിത്ത് ജഡ്ജ്മെന്റ്. 9 ബാധകൾ വരുത്തിയിട്ടും അവർ പഠിക്കാത്തത് കൊണ്ട് ഇതുവരെയും ഉണ്ടാകാത്ത വലിയ ഒരു ന്യായവിധി അവരുടെ മേൽ വന്നു. ഹല്ലേലൂയ. സകല ആദ്യജാതന്മാർ, മൃഗങ്ങളടക്കം രാജകൊട്ടാരത്തിലും ആദ്യജാതന്മാർ മുഴുവനും മരണപ്പെട്ടു. ഹല്ലേലൂയ. ഇറ്റ് വാസ് എ ജഡ്ജ്മെന്റ്. ദൈവം വ്യത്യാസം വെക്കുന്നത് ജഡ്ജ്മെന്റിലാണ് പ്രത്യേകം കാണാൻ പറ്റുന്നത്. നമ്മൾ മനസ്സിലാക്കണം. അതുവരെ വെയിറ്റ് ചെയ്യേണ്ട കേട്ടോ. ഹല്ലേലൂയ. വ്യത്യാസം കാണട്ടെ. ഇപ്പോൾ ഇവിടുത്തെ ജനത്തിന് എന്താ, അവർ ദൈവത്തെ പിൻപറ്റുന്നില്ലല്ലോ, അവർക്കും ഉണ്ടല്ലോ നന്മകൾ, അവരും നന്നായി പോകുന്നല്ലോ എന്നൊന്നും ചിന്തിച്ച് നമ്മൾ അതുപോലെ ആകണ്ട. ദൈവത്തിൻ്റെ വ്യത്യാസം വരുന്നത് ന്യായവിധിയിലാണ്. ഹല്ലേലൂയ. അവിടെയാണ് ആ വ്യത്യാസം നമുക്ക് കാണുവാൻ കഴിയുന്നത്. 9 ബാധകൾ വന്നപ്പോഴും ഇസ്രായേൽ ജനത്തെ അത് ബാധിച്ചില്ല, വ്യത്യാസം കാരണം കൊണ്ട്. അതുകൊണ്ട് അത് വരാൻ വേണ്ടി കാത്തു നിൽക്കണ്ട. മനസ്സിലാക്കി നമുക്ക് നോ പറയേണ്ടടുത്ത് നോ പറഞ്ഞ് അവനോടുകൂടെ മുന്നോട്ട് നീങ്ങാം. സ്തോത്രം. 1 വലിയ കോപത്തിൽ നിന്ന് വായിച്ചാട്ട് റോമർക്കെഴുതിയ ലേഖനം 5:9. അവന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്ര അധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നമ്മൾ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ദൈവം അതിന് മറ്റൊരു പേരിട്ടു, കോപത്തിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ടു. ജഡ്ജ്മെന്റിൽ നിന്ന് നീ വിടുവിക്കപ്പെട്ടു. ദൈവ കോപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടു. ഹല്ലേലൂയ. ഞാനും ലോകവും തമ്മിലുള്ള വ്യത്യാസമാണ്. 2, പരിശുദ്ധാത്മാവിനാൽ അവൻ നമ്മെ നിറച്ചു, മുദ്രയിട്ടു, നമ്മെ വിടുവിച്ചു. ആ ദൈവ കോപത്തിൽ നിന്ന് വിടുവിച്ച് വായിച്ചാട്ടെ എഫേസ്യർക്കെഴുതിയ ലേഖനം 1:13-14 വാക്യങ്ങൾ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. ആമേൻ. വാഗ്ദത്തത്തിൻ അച്ചാരമായിരിക്കുന്ന റിവാർഡ് കണ്ടുകൊണ്ടാ മോശ ഇറങ്ങിയത്. നമ്മളോട് പറഞ്ഞിരിക്കുന്നു, നിനക്ക് റിവാർഡ് ഉറപ്പാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നീ മുദ്രയിട്ടതാണ്. സ്തോത്രം. മാത്രവുമല്ല, നമുക്ക് ഒരു വലിയ മഹത്വം നമ്മൾ പ്രാപിക്കുവാൻ പോവുകയാണ്. സ്തോത്രം. കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:4 വായിച്ചാട്ടെ. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ഇതൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. ഇന്ന് ഡിഫറൻസ് കാര്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ ഒരു റിവാർഡ് നമുക്കുണ്ട്. ദൈവകോപം നമ്മുടെ മേലില്ല. ഹല്ലേലൂയ. സ്തോത്രം. മാത്രമല്ല, നാം മഹത്വീകരിക്കപ്പെടുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. വ്യത്യാസം വളരെ ഭംഗിയായിട്ട് വരും ഒരു ദിവസം. ഇസ്രായേൽ ജനത്തിനും മിസ്രയീമ്യർക്കും തമ്മിൽ ദൈവം അത്രയും ഭയങ്കര ഒരു വ്യത്യാസം വരുത്തിയെങ്കിൽ, ഞാനും നിങ്ങളും യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഏകജാതൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഞാനും നിങ്ങളും തമ്മിലുള്ള വ്യത്യാസം അത് വളരെ ഭയാനകമാണ്. ഹല്ലേലൂയ. അത് ഭയങ്കരമാണ്. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആനന്ദകരമാണ്. അതിനുള്ള ഒരു തിരിച്ചറിവ്
നമുക്കേവർക്കും ഉണ്ടാകട്ടെ ക്രിസ്തീയ ജീവിതം ഈ ഭൂമിയിൽ ഞാനും നിങ്ങളും നയിക്കുമ്പോൾ. സ്തോത്രം. അതിൻ്റെ കാഴ്ചപ്പാടിലാകട്ടെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. എന്നാൽ എന്താണ് ഇതിൻ്റെ ആധികാരികമായ വിഷയം? നമ്മൾ അതുകൂടെ അറിയേണ്ടത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ് ഈജിപ്തിനോട് ഇപ്രകാരം ഒരു നീരസവും അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട് ഇത്രയും സ്നേഹവും തോന്നാൻ കാരണം? ദൈവം എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഹല്ലേലൂയ. ദൈവം നോക്കുന്ന ഒരു കാര്യമുണ്ട്, ഒബീഡിയൻസ് ഓർ ഡിസൊബീഡിയൻസ്. ഹല്ലേലൂയ. 9 വ്യാധികൾ അല്ലെങ്കിൽ ബാധകൾ ഉണ്ടായിട്ടും സ്തോത്രം അവർ അനുസരിച്ചില്ല. മോശയിലൂടെ ദൈവം അവരോട് പറഞ്ഞു, ഇന്നത് ചെയ്യണം, നീ അവരെ വിട്ടയക്കണം. അവർ കേട്ടില്ല. ഓരോ പ്രാവശ്യം നോ പറയുമ്പോഴും അവരുടെ ഹൃദയം കഠിനമാകുമ്പോഴും ദൈവം തൻ്റെ ഹല്ലേലൂയ വ്യത്യാസത്തിന് അളവ് കൂട്ടാൻ തുടങ്ങി. ഹല്ലേലൂയ. ആദ്യത്തെ 1-2 അവിടുത്തെ മജീഷ്യൻസിനും ചെയ്യാൻ പറ്റി. അപ്പോൾ അവർ വിചാരിച്ചത് വലിയ പ്രശ്നമൊന്നുമല്ല. എന്നാൽ പിന്നീടുള്ള ബാധകൾ വന്നപ്പോഴേക്കും അവർ കൈമലർത്തി. അയ്യോ, സ്തോത്രം. 9 വ്യാധികൾ അല്ലെങ്കിൽ ബാധകൾ അയച്ചപ്പോഴും അവർ ഹൃദയം കൂടുതൽ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. ഡിസൊബീഡിയൻസ്. ഹല്ലേലൂയ. അതുകൊണ്ട് ഒടുവ് സ്തോത്രം നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകും, ഫറവോന്റെ ഹൃദയം ദൈവം കഠിനമാക്കിക്കൊണ്ടിരിക്കുക. കാരണം അവൻ അനുസരിക്കുന്നില്ലെന്നും ദൈവത്തിന് എല്ലാം അറിയാവുന്നതുകൊണ്ടും മാത്രവുമല്ല, ഇസ്രായേൽ മക്കളോടുള്ള സ്നേഹം അത് വെളിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആ വ്യത്യാസം ഇസ്രായേൽ മക്കൾ ഗ്രഹിക്കണം എന്നുള്ളത് കൊണ്ട്. ഈ വ്യത്യാസം മിസ്രയീമിനോടല്ല പറയുന്നത്. പറയുന്ന ആരോടാ? ഇസ്രായേൽ മക്കളോടാണ്. നിങ്ങൾ ഈ വ്യത്യാസം ഗ്രഹിക്കണമെന്നുള്ളത് കൊണ്ട് ഈ മിസ്രയീമ്യൻ്റെ ഹൃദയത്തെ അവൻ കഠിനമാക്കിക്കൊണ്ടിരിക്കുന്നു. എന്നെയും നിങ്ങളെയും എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഈ ലോകം ഇങ്ങനെ മ്ലേച്ഛതയിലൂടെയൊക്കെ പോകുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് എനിക്കും കുറച്ചൊക്കെ ആകാമെന്നല്ല, മറിച്ച് ഹല്ലേലൂയ അവൻ്റെ ന്യായവിധിയുടെ കാഠിന്യം അതേറിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു വലിയ വ്യത്യാസം കാണാൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ഞാനും നിങ്ങളും അവനെ അധികം പിൻപറ്റേണ്ടത് ആവശ്യം. ഹല്ലേലൂയ. ഇനി ഇസ്രായേൽ മക്കൾക്കോ അവർക്ക് ചുമ്മാ അങ്ങനെ അങ്ങ് അനുഭവിക്കാൻ കഴിയുമോ? ഇല്ല. അവർക്കും ഒരു കാര്യം അവർ ചെയ്യേണ്ടതുണ്ട്. എന്താണ്? ഒബീഡിയൻസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഒബീഡിയൻസ്. എങ്ങനെയാ അവർ അവിടെ ദൈവത്തോടുള്ള ഒബീഡിയൻസ് കാണിക്കേണ്ടത്? വായിച്ചാട്ടെ. ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിച്ചാട്ടെ. ഈസോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി, കിണ്ണത്തിലുള്ള രക്തം കുറുപടിമേലും കട്ടലക്കാൽ 2-ന്മേലും തേക്കണം. പിറ്റേന്നാൾ വെളുക്കും വരെ നിങ്ങളിൽ ആരും വീടിന്റെ വാതിലിന് പുറത്തിറങ്ങരുത്. അവർ ചിലത് അനുസരിക്കേണ്ടതായിട്ടുണ്ട്. ഫറവോന്റെ ഡിസൊബീഡിയൻസും അനുസരണക്കേടും ഇസ്രായേലിൻ്റെ അനുസരണവും കൂടെ വരുമ്പോഴാണ് ആ വ്യത്യാസം വളരെ ഒബ്വിയസ് ആയി തീരുന്നത്. ദൈവം ആഗ്രഹിക്കുന്ന വ്യത്യാസം വളരെ കൃത്യമായി വരണമെങ്കിൽ അവൻ്റെ ഹൃദയത്തിൻ്റെ കാഠിന്യം കൂട്ടി അവൻ എന്ത് ചെയ്യണം? അധികം അനുസരിക്കാത്ത അവസ്ഥയിലേക്ക് അവൻ വരണം. എന്നാൽ ദൈവജനമോ ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞ് അതനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അവർ ആ വിടുതൽ പ്രാപിക്കും, അവർ അനുഗ്രഹം പ്രാപിക്കും, അവർ ഉയർച്ച പ്രാപിക്കും. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞു 2 കാര്യങ്ങൾ ഉദാഹരണമായിട്ട്. ഒന്ന്, എന്തു വേണം? രക്തം എല്ലാ കട്ടിളക്കാലിലും നിങ്ങൾ തളിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾക്കും രക്ഷയില്ല. അവർക്ക് സംഭവിച്ച അതേ മരണം നിങ്ങളുടെ ഭവനത്തിലും സംഭവിക്കും. 2, നിങ്ങൾ രാവിലെ വരെ നിങ്ങൾ ആരും പുറത്തു പോകരുത്. ഇവര് അത് കഴിഞ്ഞ ഓടി ഈ മിസ്രയീം ദേശത്ത് നിന്ന് അങ്ങ് പോകേണ്ടുന്നവരാ. പക്ഷേ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതുവരെയും പുറത്തു പോകരുത്, വീടിന് പോലും പുറത്തു പോകരുത്. ഞാൻ പറയുന്ന സമയത്ത്, പറയുന്ന നാളിൽ നിങ്ങൾ പുറത്തോട്ട് പോകണം. ദൈവത്തിൻ്റെ അനുസരണക്കേട്
അതുപോലെ ദൈവത്തോടുള്ള അനുസരണക്കേട്, ദൈവത്തോടുള്ള അനുസരണം, ഇത് രണ്ടുമാണ് രണ്ട് ജനത്തെയും തമ്മിൽ വ്യത്യാസം വരുത്തിയത്. ഹല്ലേലൂയ. മോശയിലൂടെ ജനം അനുസരിക്കാൻ തയ്യാറായപ്പോഴാണ് ദൈവം ആ വ്യത്യാസത്തിന് കാഠിന്യം കൂട്ടിയത്. ദൈവം പറയുന്നു, ഹല്ലേലൂയ, ഐ വിൽ മേക്ക് എ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഈജിപ്റ്റ് ആൻഡ് ഇസ്രായേൽ. മിസ്രയീമ്യരും ദൈവജനം തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിക്കും, ഞാൻ അത് വരുത്തും. ദൈവം നമ്മോട് പറയുന്നത്, ഞാനും നിങ്ങളും അവനെ അനുസരിക്കുന്നവരാണോ? ഹല്ലേലൂയ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും അധികം കഴിഞ്ഞ നാളുകളെക്കാളും അധികമായിട്ട്, സ്തോത്രം, ഈ ലോകം പാപത്തിൻ്റെ അതിൻ്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വായിക്കുകയാണെങ്കിൽ തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോൾ അപ്പസ്തോലനായിരുന്ന പൗലോസ് പറയുന്നുണ്ട്, വായിച്ചാട്ടെ, 3-ാം അധ്യായം 2 തിമോത്തിയോസ് 3:1-5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അന്ത്യകാലത്ത് ദുർഘട സമയം വരുമെന്നറിയുക. മനുഷ്യർ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദികെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജേന്ദ്രന്മാരും ഉഗ്രന്മാരും സൽഗുണദ്വേഷികളും ദ്രോഹികളും ദാസ്യക്കാരും നിഗളികളുമായി ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. എന്താ നമ്മൾ കേട്ടത്? ചില കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞു, അത് അനുസരിച്ചില്ല എന്നുള്ളതാണ് ഫറവോൻ്റെ കുറ്റം, മിസ്രയീമ്യരുടെ കുറ്റം. എന്നാൽ ഇന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഹല്ലേലൂയ. മുന്നമേ കണ്ടതിനേക്കാളും നമ്മെ മാറ്റിക്കളയുന്ന, സാരമില്ല എന്ന് പറയുന്ന, ഭക്തിയുടെ വേഷം കെട്ടുന്ന, ഹല്ലേലൂയ, ജനഹൃദയങ്ങളിലെ കാപട്യം നിറഞ്ഞതായ, അല്ലെങ്കിൽ വേണ്ടത്ര സത്യമില്ലാത്തതായ, അല്ലെങ്കിൽ മറ്റു പല ഇൻറ്റൻഷനുകളോടും കൂടേതായ ഒരു കാലങ്ങൾ വരും. അവരോട് 5-ാം വാക്യം എന്താ പറഞ്ഞത്? അങ്ങനെയുള്ളവരെ വിട്ടൊഴിയുക. തിമോത്തിയോസ്, നീ ഈ ലോകം വിട്ട് എവിടെ പോവാനാ? ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നീ ഒരു വേർപാട് പാലിക്കുന്നുണ്ടെങ്കിൽ, ഒരു വ്യത്യാസം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ, ഹല്ലേലൂയ, ഈ പറഞ്ഞ കാര്യങ്ങൾ നിന്റെ ജീവിതത്തിൽ വരാതിരുന്നാൽ കൊള്ളാം. അങ്ങനെയുള്ളവരെ വിട്ടൊഴിഞ്ഞുകൊള്ളുക. വേർപാട് പാലിക്കേണ്ടടുത്ത് വേർപാട് പാലിക്കുക. വ്യത്യാസം വെക്കേണ്ടിടത്ത് വ്യത്യാസം വെക്കുക. കാരണം ഞാനും നിങ്ങളും എത്ര വ്യത്യാസം വെച്ചോ ഇല്ലയോ, നമ്മുടെ ദൈവം വ്യത്യാസം കാണുന്നവനാ. ലോകത്തെയും തൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത, തൻ്റെ പുത്രൻ്റെ രക്തം കൊടുത്ത് വീണ്ടെടുത്ത ജനത്തിൻ്റെയും വ്യത്യാസം നല്ലതുപോലെ കാണുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളാണ് ഞാനും നിങ്ങളും. അതുകൊണ്ട് നമ്മൾ ഒബീഡിയൻസ്, അതായിരിക്കട്ടെ നമ്മുടെ ഏറ്റവും ഉത്തമമായ മാതൃക. ദൈവവചനത്തോടനുസരിച്ച് മറുത്തു നിൽക്കാതെ അവൻ പറഞ്ഞതനുസരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ആ ജനം എന്നുള്ള ശ്രേഷ്ഠതയിൽ ആയിരിക്കുവാൻ കഴിയും. രാജകീയ പുരോഹിത വർഗമായിട്ട്, ശ്രേഷ്ഠ ജനമായിട്ട്, വിശുദ്ധ ജനമായിട്ട്, തൻ്റെ ജനമായിട്ട് നമുക്കായിരിക്കാൻ കഴിയും. എന്നാൽ ഈ പറഞ്ഞത് നമുക്ക് പാടില്ല. ദുർഘട സമയങ്ങളിൽ ഇങ്ങനെ കാണും. എങ്ങനെ കാണുന്നേ? മനുഷ്യർ സ്വസ്നേഹികള്, ദ്രവ്യാഗ്രഹികള്, വമ്പ് പറയുന്നവർ. ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ, വലിയ കാര്യങ്ങൾ പറയാ. അതുപോലെ പറഞ്ഞിരിക്കുന്നു എന്താണ്? അഹങ്കാരികള്, ദൂഷകന്മാർ. നല്ല ഇൻറ്റൻഷൻ അല്ല, ഞാനൊന്ന് പൊങ്ങണം, മറ്റൊന്ന് താഴണം, അല്ലെങ്കിൽ ഇതൊക്കെയാണ് ദൂഷകന്മാർ. പിന്നെയോ അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവർ, അമ്മയപ്പന്മാരെ അനുസരിക്കുക. കുട്ടികൾ ആരും ഉണ്ടോ അവിടെ? ആരുമില്ല, എല്ലാവരും ഭയങ്കര സീരിയസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. Those who do not obey parents does not come in the group where Jesus called.
if we are, in the people that is being called as his holy nation, holy people or his own people, the people, the character, the behavior, here it say they must obey. Just now all been talking loud, shouting and all, now I can't hear. But what do you need to do? Obey your parents. ഇവിടെ those who do not obey parents are in another category. God doesn't take care of them. മാതാപിതാക്കളെ, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവർ, നന്ദി കെട്ടവർ, അതുപോലെ അശുദ്ധർ, ശുദ്ധിയില്ലാത്തവർ, വാത്സല്യമില്ലാത്തവർ. അപ്പം നമ്മളെക്കുറിച്ച് ദൈവത്തിനുള്ള ആഗ്രഹം നമ്മൾ വാത്സല്യമുള്ളവരായിരിക്കണം. സ്നേഹം അത് മറ്റുള്ളവർക്ക് വേണ്ടി ചൊരിയുന്നവരായിരിക്കണമെന്ന്. നമുക്ക് വാത്സല്യം മക്കള്, ഹസ്ബൻഡ്, പിന്നെ അമ്മ, അപ്പൻ, കുറേശ്ശെയൊക്കെ ഉണ്ട് കുറച്ചു കാലം. അതൊക്കെയാണ് നമ്മുടെ വാത്സല്യം. നമ്മൾ വാത്സല്യമുള്ളവരായ അതൊരു ക്യാരക്ടറാ ആരോടും. ഹല്ലേലൂയ. ദൈവമകനാണെന്നുള്ളത് കൊണ്ടുള്ള വാത്സല്യമാ, അല്ലാണ്ട് എൻ്റെ മകനായതുകൊണ്ടോ മകളായതുകൊണ്ടോ അല്ല. ഒരേ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരായതുകൊണ്ടുള്ള വാത്സല്യമാ. സ്തോത്രം. അതിൻ്റെ വില അറിഞ്ഞാൽ മാത്രമേ. നമ്മൾ അതുകൊണ്ട് പലതും ക്ലെയിം ചെയ്യുന്നവരാണ്. എന്നാൽ അതുകൊണ്ട് നമ്മിൽ വന്ന മാറ്റങ്ങൾ എന്താണ്? ഞാനും നിങ്ങളും എങ്ങനെ ആയിട്ടുണ്ട്? പിന്നെ പറഞ്ഞിരിക്കുന്നു ഇണങ്ങാത്തവർ. അയ്യോ, ദുർഘട സമയത്തെ കാര്യങ്ങളാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കിയാൽ എല്ലായിടത്തും ഇതേ കാണത്തുള്ളൂ അല്ലേ? ഇണങ്ങാത്തവർ. പെന്തക്കോസ്ത് കുടുംബങ്ങളിലും ഉണ്ട് ഇണങ്ങാത്തവർ. അമ്മയും അപ്പനും പറഞ്ഞൊന്നും അങ്ങനെ അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ ഒക്കെ വലിയ വലിയ രാജ്യങ്ങളും വലിയ എഡ്യൂക്കേഷനും ഒക്കെയാണ്. ഇവർ ഈ കൂലിപ്പണിയൊക്കെ എടുത്തു വന്ന അപ്പൻ അമ്മ അവരോടൊക്കെ വഴങ്ങി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അതെന്തുവാ? കപ്പ നിന്നിട്ടുള്ള അവർക്ക് പറ്റുമോ? അല്ലാതെ ഇപ്പോൾ ഈ മറ്റേ മെക്ഡൊണാൾഡ്സും അല്ലെങ്കിൽ ഇതൊക്കെ കഴിച്ച് അല്ലേ, അപ്പം നമുക്കൊക്കെ അത് പറ്റുമോ? വഴങ്ങാത്തവർ. അതാരുടെ സ്വഭാവമാണ്? വക്രതയുള്ളവരുടെ. അല്ലെങ്കിൽ ഹല്ലേലൂയ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോട്ടമുള്ളതല്ല. അപ്പോൾ എന്താണ്? അന്ത്യകാല ആരാണ് അവർ? ആ പേര് ഇവിടെ പറഞ്ഞിട്ടില്ല, അത് പത്രോസാ പറഞ്ഞത്. എന്തെന്ന്? വക്രതയുള്ള തലമുറയിൽ നിന്ന് വിട്ടുപോരുവിനെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിട്ടൊഴിയുക. ഈ ജനം അങ്ങനെയുള്ള ജനമാണ്. നമുക്ക് ഇതിൽ വല്ല ക്യാരക്ടർ ഉണ്ടോ? മാറ്റിവെക്കേണ്ടത് അത്യാവശ്യമാണ്. ഒബീഡിയൻസ്. ഇത് അനുസരണക്കേടിൻ്റെ മക്കളിൽ വ്യാപരിക്കുന്നതാണ്. അനുസരണമുള്ളവരുടെ മക്കളിൽ വ്യാപരിക്കുന്നത് ഇങ്ങനെയല്ല. സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നിഗളികൾ, ദ്രോഹികൾ, ധാർഷ്ട്യക്കാര്, ദൈവപ്രിയമില്ലാത്തവർ. ദൈവത്തോട് പ്രിയം ഉണ്ടായിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് ആയിരിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പൗലോസിനോട് തിമോത്തിയോസിനോട് പൗലോസ് പറയുകയാണ്, നീ ഇങ്ങനെയുള്ളവരെ വിട്ടുപോയിക്കൊള്ളൂ. സഭ മാറി വേറെ സഭ പോണ്ടി വരും. അതായിരിക്കും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നു. കാരണം ഇവിടെ നോക്കുമ്പോൾ പ്രിയമില്ലാത്തവർ അല്ലെങ്കിൽ വാത്സല്യമുള്ളവരെ കാണുന്നില്ല, ഇരുപക്ഷെ ഇണങ്ങാത്തവരെ കാണുന്നില്ല, ഒബീഡിയൻസിനെ കാണുന്നില്ല. അപ്പോൾ തിമോത്തിയോസിനോട് പറഞ്ഞിട്ടുണ്ട് ഇവരെയൊക്കെ വിട്ടുപോകുന്നു. അപ്പോൾ അപ്പുറത്ത് പോയി നോക്കാം, പിന്നെ അവിടെ നിന്ന് അപ്പുറത്ത് പോയി നോക്കാം. ദൈവമക്കളെ, അങ്ങനെയല്ല. ഞാനും നിങ്ങളും ഇതിനു വേണ്ടി ജീവിക്കുന്നവരും ഇത് പ്രൊമോട്ട് ചെയ്യുന്നവരായിരിക്കട്ടെ. ദൈവത്തിന് വ്യത്യാസം ഭയങ്കരമാണ്. അവൻ ദൈവജനവും അല്ലാത്തവരും തമ്മിലുള്ള വ്യത്യാസം അത് ന്യായവിധിയിൽ മാത്രമല്ല, അവൻ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നവനാ. സ്തോത്രം. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം. വായിച്ചാട്ടെ. ഹല്ലേലൂയ. ഡീട്രോണമി 28:1. സ്തോത്രം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ടാൽ. അപ്പൊ എങ്ങനെയാണ് ദൈവത്തെ അനുസരിക്കുന്ന സ്നേഹിക്കുന്നവർ ചെയ്യേണ്ടത്? എന്താണ്? ശ്രദ്ധയോടെ കേട്ടാൽ
ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന നിന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഭൂമിയിലുള്ള സർവ്വജാതികളിലേക്കാൾ നീ വ്യത്യസ്തനാകാൻ വേണ്ടി ചുമ്മാ ഞാൻ പണ്ടത്തെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തമല്ല ഇന്ന് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നത്. അത് അന്ന് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു. നിന്നെ വിടുവിക്കാൻ കാരണം നീ വലിയ ജാതി ആയതുകൊണ്ടൊന്നല്ല, മറിച്ച് പിതാക്കന്മാരോട് സംസാരിച്ച ആ കോവണന്റ്, ആ സ്തോത്രം, ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ്, നിന്നുള്ള സ്നേഹത്തിലാണ്. എന്നാൽ ഇന്ന് നീയും യേശുവിൻ്റെ രക്തം ഹല്ലേലൂയ തളിക്കപ്പെട്ട് വിടുതൽ പ്രാപിച്ച ദൈവ ജനമേ, നിന്നിലൊരു വ്യത്യാസം കാണണം. നിന്നിൽ ശ്രേഷ്ഠ ജനമാക്കിയിട്ട്, വിശുദ്ധ ജനമായിട്ട് നിന്നെ ഞാൻ മാറ്റിയിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ നീ ഇത് ചെയ്യണം. നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവൻ്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതനാക്കും. അപ്പോൾ ഇത് ഇസ്രായേൽ ജനത്തോട് പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലോ എത്രമാത്രം നാം ഇസ്രായേൽ ജനത്തേക്കാൾ ഏറ്റവും ശ്രേഷ്ഠരെന്ന് അഭിമാനിക്കുന്ന, യേശുവിൻ്റെ രക്തത്തിൻ്റെ വില കൊടുത്ത് വിടുതൽ പ്രാപിച്ച് മാറ്റം സംഭവിച്ച ജനമാണെന്ന് നമ്മൾ അഭിമാനിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യം എങ്ങനെ അതിന് ഇൻ്റർപ്രറ്റ് ചെയ്യണം? ഇതിനേക്കാൾ ശക്തമായിട്ട് നമ്മോട് ഇടപെടട്ടെ, നമ്മുടെ ഉള്ളങ്ങളോട് ഇടപെടട്ടെ. ഹല്ലേലൂയ. ദൈവം ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആ വ്യത്യാസം അത് നമ്മിൽ കണ്ടെങ്കിൽ ആ ന്യായവിധിയിലാണ് ആ വ്യത്യാസം മുഴുവനും കാണാൻ പോകുന്നത്. ഇന്ന് സാരമില്ല എന്ന് പറഞ്ഞ് മുന്നേറി എല്ലാവരും ഒരുപോലെ പോകുന്നു. എന്നാൽ ന്യായവിധിയിൽ നമ്മൾ അത് കാണുവാനിടയായി തീരും. അത് മനസ്സിലാക്കി ആ മോശയെപ്പോലെ നമുക്ക് ഇറങ്ങാം, വിശ്വാസത്തോടെ ഇറങ്ങാം. ഹല്ലേലൂയ. മുൻപിലുള്ളത് ഒരുപക്ഷെ നല്ലതായിരിക്കണമെന്നില്ല, എന്നാൽ ദൈവത്തെ അനുസരിപ്പാൻ, ഹല്ലേലൂയ, യേശുവിനെ അനുസരിപ്പാൻ അവനോടുകൂടെ നമുക്ക് ഇറങ്ങിച്ചെല്ലാം. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഒരുവൻ സങ്കടപ്പെട്ട് അലമുറയിട്ട് കരയുമ്പോൾ ദൈവം വ്യത്യാസം വരുത്തിയാൽ അങ്ങനെയാ, ഒരുവൻ ആനന്ദിച്ച് തുള്ളിച്ചാടും. അങ്ങനെ ഒരു അവസ്ഥ, ഒരു റിവാർഡ് നമുക്കുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. വിശ്വാസത്തോടെ അനുസരണയോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. സ്തോത്രം.